നമ്മൾ ആലോചിച്ച് നോക്കണം. ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, ഏതെങ്കിലുമൊക്കെ ഒരു നമ്മളുടേതായ താല്പര്യങ്ങൾ നിന്നുകൊണ്ട് നമ്മൾ നോക്കിക്കാണ്ട ഒരു വിഷയമേ അല്ല. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിങ്ങളെ തീർച്ചയായും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്ററുകളും ആ ഇൻസ്റ്റിറ്റ്യൂഷൻ സെന്ററുമായി ബന്ധപ്പെടുന്ന മുഴുവൻ കുട്ടികളോടും പറയുന്ന അതേ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം. കാരണം എന്താണെന്നറിയോ, യോഗ്യതയുള്ള ആളുകളാണ് ഉയർന്ന തലത്തിലേക്ക് എത്തിപ്പെടേണ്ടത്. സ്വർഗത്തിലെത്തുക എന്ന് പറഞ്ഞാൽ ഉന്നതമായ ഒരു യോഗ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു ഭാഗത്ത് ചോദിച്ചു, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂലു റസൂൽ മതാ നസ്റുല്ലാഹ്. എന്നുവെച്ചാൽ അവർ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് മുൻപുള്ള സമുദായം. ഇതൊരുപാട് പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സഹാബത്തിനെ തട്ടി ഉണർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, വെറുതെ അങ്ങോട്ട് സ്വർഗ്ഗത്തിൽ കയറാമെന്നാണോ നിങ്ങളുടെയൊക്കെ വിചാരം? ഒരു അധ്യാപകൻ ക്ലാസ്സിൽ ചോദിക്കുന്നത് പോലെ SSLCക്ക് വെറുതെ അങ്ങോട്ട് ഉന്നതമായിട്ടുള്ള വിജയം കരസ്ഥമാക്കാമെന്നാണോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം? നിങ്ങളൊക്കെ അങ്ങനെയാണോ വിചാരിക്കുന്നത്? എന്തൊരു ഉഴപ്പാണിത്, തീരെ പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു അധ്യാപകൻ ക്ലാസ്സിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ചോദ്യം ചെയ്യാറുണ്ടോ? അധ്യാപനത്തിനെ ഇങ്ങനെ പറയുന്നതെന്ന് ചോദ്യം ചെയ്യാറുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ ഒരു കളക്ടർ ആകണം എന്നുണ്ടെങ്കിൽ, ഒരു IAS-ന്റെ ഉന്നതമായ റാങ്കിൽ എത്തിപ്പെടണമെങ്കിൽ വെറുതെ ഇങ്ങനെ നടന്നാൽ കിട്ടുമെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് ചോദിച്ചാൽ അത് മാന്യമായ ഒരു ചോദ്യമല്ലേ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. വെറുതെ അങ്ങോട്ട് കയറി പറ്റാൻ പറ്റുന്ന ഒരു സ്ഥലമൊന്നുമല്ല, ഉന്നതമായ റാങ്കിങ് നിലവാരത്തിൽ എത്തുന്ന ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു മേഖലയാണ് അത് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു പരീക്ഷണ ഘട്ടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്.